പ്രൈസ് ലോർഡ്. യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് കർത്താവിൽ സ്നേഹവന്ദനം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെപ്പറ്റി ഹ്രസ്വമെങ്കിലും സമഗ്രമായ ധ്യാന പരമ്പരയിലെ പ്രധാനപ്പെട്ട മറ്റൊരു തിരുവചന സന്ദേശത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം പരിശുദ്ധാത്മ സ്നാനം എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു പുതിയ നിയമവിശ്വാസി ജലസ്നാനം സ്വീകരിച്ച ശേഷം സ്വീകരിക്കേണ്ട അതിപ്രധാനമായ ദാനമാണ് പരിശുദ്ധാത്മ സ്നാനം. വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഏറെ അവ്യക്തതയും ആശയക്കുഴപ്പങ്ങളും ഇതു സംബന്ധിച്ചുള്ളതായി കാണുവാൻ കഴിയും. ബൈബിൾ വെളിപ്പാടനുസരിച്ച് 3 വ്യത്യസ്ത ആളത്വങ്ങളിൽ മനുഷ്യന് വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള ത്രിയേക ദൈവത്തിൻ്റെ മൂന്നാമത്തെ ആളത്വമാണ് പരിശുദ്ധാത്മാവ് എന്ന് നമുക്കറിയാം. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ ശിഷ്യന്മാരോട് പറയുന്ന വാഗ്ദത്തമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നാം കാണുന്നത്. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് വഴിയൊരുക്കുവാൻ അയക്കപ്പെട്ട പ്രവാചകനായ സ്നാപക യോഹന്നാൻ യേശുവിനെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു: അവൻ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കുന്നവൻ. പുതിയ നിയമസഭ രൂപം കൊള്ളുന്ന പെന്തക്കോസ്ത് നാളിൽ വിശുദ്ധ പത്രോസ് യെരുശലേമിൽ കൂടിയ ജനത്തോട് പ്രസംഗിച്ചപ്പോൾ തങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ച് ജനത്തോട് മറുപടിയായി പറഞ്ഞത്: നിങ്ങൾ ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും എന്നായിരുന്നു. അർദ്ധാൽ മാനസാന്തരപ്പെട്ട് വിശ്വാസസ്നാനം കൈക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന വാഗ്ദത്തമാണ് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. ഈ ക്രിസ്തീയ അനുഭവത്തെപ്പറ്റി യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 20-ാം വാക്യത്തിൽ യേശു വിശേഷിപ്പിക്കുന്നത്: ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അറിയും എന്നായിരുന്നു. പെന്തക്കോസ്ത് നാളിൽ മാളികമുറിയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നവരുടെ മേൽ ആത്മശക്തി വ്യാപരിച്ചപ്പോൾ അവിടെയുണ്ടായ അടയാളങ്ങളുടെ അർത്ഥം യഹൂദർ അന്ന് മനസ്സിലാക്കിയില്ല. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ അന്ത്യകാലത്ത് വെളിപ്പെടുമെന്ന് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വചനത്തിൻ്റെ നിവൃത്തിയാണ് നിങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ അത് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. അതുവരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രത്യേക ദൗത്യങ്ങൾക്കും ശുശ്രൂഷകൾക്കുമായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാത്രമുള്ള ദൈവിക ദാനമായി കരുതിയവർ ദാഹത്തോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി അനുഭവിക്കുവാനും സ്നാനപ്പെടുവാനും തയ്യാറായി. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന പ്രവചനം ഒരു ഉൾവിളിയോടെ ഏറ്റെടുത്തവർ തങ്ങൾ ക്രൂശിച്ച യേശു മശിഹ ആയിരുന്നു എന്നും യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെ നൽകുവാൻ അധികാരമുള്ളവനെന്നും തിരിച്ചറിഞ്ഞു. നമുക്ക് എപ്രകാരം പുതിയ നിയമവിശ്വാസ സഭയിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാം? ഒന്നാമതായി, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവർക്കുള്ള വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവെന്ന് നാം മനസ്സിലാക്കണം. യേശു തിരഞ്ഞെടുത്ത് തന്നോടൊപ്പം 3.5 വർഷം ശുശ്രൂഷയിൽ പങ്കാളികളാക്കിയ ശുശ്രൂഷകന്മാരോടായി പറഞ്ഞത്: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്നാണ്. ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന് യേശുവിൻ്റെ സാക്ഷി എന്ന നിലയിൽ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത്യാവശ്യമാണ്. അതുകൊണ്ട് ശിഷ്യഗണങ്ങളോട് യെരുശലേം വിട്ടു പോകാതെ പരിശുദ്ധാത്മാവെന്ന ദാനത്തിനായി കാത്തിരിക്കുവാൻ യേശു കൽപ്പിച്ചു. ഈ ദാനത്തിനായി ദാഹത്തോടെ കാത്തിരുന്ന് പ്രാപിക്കുന്ന വ്യക്തിക്കാണ് ദൈവം അത് നൽകുന്നത്. മനസാന്തരത്താലും വിശ്വാസ സ്നാനത്താലും ശുദ്ധീകരിക്കപ്പെട്ട പുതിയ തുരുത്തിയാകുന്ന വിശ്വാസിയുടെ ശരീരത്തിലും ഹൃദയത്തിലും ആത്മാവിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദൈവം
പകർന്നു നൽകും. നിർഭാഗ്യവശാൽ ഈ ശക്തിയെ ആശ്രയിക്കാതെ ക്രിസ്തീയ ജീവിതം നയിക്കാമെന്ന് കരുതുന്ന അനേകർ ക്രൈസ്തവർ എന്ന് അഭിമാനിക്കുന്നവരുടെ ഇടയിൽ ഉണ്ട് എന്ന് കാണുവാൻ കഴിയുന്നു. എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എന്ന കർത്താവിൻ്റെ വചനം ഒരു ശക്തമായ മുന്നറിയിപ്പായി ഏറ്റെടുക്കുവാൻ അവരെ കർത്താവ് സഹായിക്കട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുമെന്നും സത്യത്തിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്നും യേശു സ്പഷ്ടമായി വെളിപ്പെടുത്തി. എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നറിയാത്തവരും പ്രാപിച്ചു എന്ന് അവകാശപ്പെടുന്നവരും സത്യത്തിൻ്റെ പാത വിട്ട് സഞ്ചരിക്കുവാൻ കാരണം പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാതെ സ്വന്തം നിലയിൽ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. യേശു നിഷ്കർഷിക്കുന്ന ശിഷ്യത്വ ജീവിതം ഒരിക്കലും അപ്രകാരം സാധ്യമാവുകയില്ല. പാപലോകത്തിലും പാപജഡത്തിലും ജീവിക്കുന്ന മനുഷ്യനോട് യഹോവയായ ദൈവം പറഞ്ഞു, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും ബാധിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ. ഉൽപ്പത്തി 6:3. മനുഷ്യൻ്റെ പാപാവസ്ഥയും അവൻ ജീവിക്കുന്ന പാപലോക വ്യവസ്ഥയും ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ പര്യാപ്തമല്ല. അതുകൊണ്ട് ദൈവം മനുഷ്യന് കൃപായുഗത്തിൽ വാഗ്ദത്തം നൽകിയിട്ടുള്ള ഏറ്റവും വിശിഷ്ടമായതും ശ്രേഷ്ഠമായതുമായ ദാനമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ യേശുവും പിതാവും വസിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്വഭാവവും ശക്തിയും സാക്ഷ്യവും വെളിപ്പെടുത്തുക എന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം. പുതിയ നിയമസഭയിൽ വിശ്വാസികൾക്ക് പരിശുദ്ധാത്മദാനം നൽകുവാൻ ദൈവം സന്നദ്ധനാണ്. എന്നാൽ അത് പ്രാപിക്കുവാൻ സഭ ഒരുക്കമുള്ളതായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് എഫെസോസിൽ വന്ന് യോഹന്നാൻ്റെ മാനസാന്തര സ്നാനം കൈക്കൊണ്ടവരോട് ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവരുടെ മറുപടി, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നായിരുന്നു. യോഹന്നാൻ്റെ മാനസാന്തര സ്നാനമേറ്റവർ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന നാമത്തെക്കുറിച്ച് കേട്ടിരുന്നില്ല. പൗലോസ് അവരോട് പിതാവിൻ്റെയും യേശുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽക്കുവാൻ നിർദ്ദേശിച്ചപ്പോൾ അവർ സ്നാനമേറ്റു. സ്നാനമേറ്റവരുടെ മേൽ പൗലോസ് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. എഫെസോസിൽ ദൈവവചനം അനുസരിക്കുവാനും പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവാനും മനസ്സുള്ള ആളുകളുണ്ടായിരുന്നു. ദൈവനിയോഗത്തോടെ പരിശുദ്ധാത്മ പകർച്ചയ്ക്കായി കൈവച്ച് പ്രാർത്ഥിക്കുവാൻ അപ്പോസ്തലനും തയ്യാറായപ്പോൾ സഭ പരിശുദ്ധാത്മശക്തിയും കൃപാവരങ്ങളും നിറഞ്ഞതായി തീർന്നു. പൗലോസ് കൊരിന്ത്യയിലുള്ള സഭയോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. പുതിയ നിയമത്തിൽ ആലയം പരിശുദ്ധാത്മാവ് വസിക്കുന്ന മനുഷ്യരുടെ ശരീരങ്ങളാണ്. ഈ വെളിപ്പാട് പ്രാപിക്കാത്തവർക്ക് ഇന്നും ആലയം പഴയ നിയമ കാലഘട്ടത്തിലെ പോലെ കൈപ്പണിയായ കെട്ടിടങ്ങളിലാണ്. ദൈവം വസിക്കുന്നത് കൈപ്പണിയായ കെട്ടിടങ്ങളിലല്ല എന്നത് ഇരുവചനം വ്യക്തമാക്കുന്നു. മാനസാന്തരപ്പെട്ട് വിശ്വാസസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പുതിയ നിയമസഭയിലെ വിശ്വാസികളുടെ ഹൃദയത്തിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. നാം വഞ്ചിക്കപ്പെടരുത്. പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 39 പറയുന്നു. അതെ, അത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ ദാനമാണ്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ലൂക്കോസ് 11:13. താങ്കൾ ഈ ശ്രേഷ്ഠദാനം പ്രാപിച്ചിട്ടില്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് പാപമോചനവും യേശുവിൻ്റെ കൽപ്പനയായ വിശ്വാസ സ്നാനവും സ്വീകരിച്ച ശേഷം യാചിക്കുക. ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ അനുഭവിക്കുവാൻ കഴിയും. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, യാചിക്കുന്ന ഏവർക്കും അധികമായി നൽകാമെന്ന് അവിടുന്ന് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഇപ്പോൾ ഈ വചന സന്ദേശം കേട്ട ഏവർക്കും കൃപ നൽകണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് താങ്കളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മാറാനാഥ.